ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ദേവീ കൃപയുണ്ടാകട്ടെ, ദേവീ കടാക്ഷമുണ്ടാകട്ടെ. നമുക്ക് ധ്യാന ശ്ലോകം നോക്കാം. 9-ാം അധ്യായത്തിൻ്റെ ബന്ധൂക കാഞ്ചനമിതം രുചിരാക്ഷമാലാം പാശാങ്കുശൗ ച വരദാം നിജബാഹുദണ്ഡൈഃ ബിഭ്രാണമിന്ദുശകലാഭരണം ത്രിനേത്രം അർദ്ധാംബികേശമനിശം വപുരാശ്രയാമി. വപുഹു ആശ്രയാമി എന്ന് പറഞ്ഞാൽ ഞാൻ ആശ്രയിക്കുന്നു. വപു ശരീരമാണ്. അർദ്ധാംബികേശം അനിശം. അനിശം എന്ന് പറഞ്ഞാൽ രാവും പകലും, അതായത് രാത്രിയും പകലും. അർദ്ധ അംബികേശം, അംബികയുടെ ഈശനാണ്, ശ്രീ പരമേശ്വരനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അർദ്ധാംബിക എന്ന് പറഞ്ഞാൽ അർദ്ധാംഗിനി, ത്രിനേത്രം ഉള്ള, അതായത് മുക്കണ്ണനായ ശ്രീ പരമേശ്വരൻ്റെ അർദ്ധാംഗിനിയായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബന്ധൂക കാഞ്ചനമിതം രുചിരാക്ഷമാലാം. ബന്ധൂക കാഞ്ചന, ഈ ബന്ധൂക എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ പേരാണ്, ഒരു പുഷ്പമാണ്. എനിക്കും അറിയില്ല അതെന്ത് ഫ്ലവറാണെന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ തിരക്കിയില്ലെന്നുള്ളതാണ് സത്യം. ഈ ബന്ധൂക് എന്ന് പറഞ്ഞിരിക്കുന്ന ബന്ധൂക കാഞ്ചനം സ്വർണ്ണമാണ്. ഇവിടെ ബന്ധൂക് ഫ്ലവർ എന്നുള്ളത് അതൊരു റെഡ് ഷ്രബ്, അതായത് ഒരു കുറ്റിച്ചെടി ആണ്. ചുവന്ന കളറുള്ള പുഷ്പം ഉണ്ടാകുന്ന എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇപ്പം. അപ്പോൾ ആ ചുവന്ന കളറ്, അതുപോലെ സ്വർണ്ണവർണ്ണമാണ് ഉദ്ദേശിച്ചിരിക്കുന്ന കാഞ്ചനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട്. രുചിരാക്ഷമാല, ഇവിടെ രുദ്രാക്ഷമാലയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ പാശം കയറ്, അങ്കുശം തോട്ടി, ച വരദാം നിജബാഹുദണ്ഡൈഹി. കൈകളിൽ എന്തൊക്കെയുണ്ട്? പാശമുണ്ട്, അങ്കുശമുണ്ട്, അതുപോലെ വരദമുദ്രയുണ്ട്, വരത്തെ കൊടുക്കുന്നതായ മുദ്ര സ്വന്തം കൈകളിൽ. നിജബാഹുദണ്ഡൈഹി. അതുപോലെ ബിഭ്രാണമിന്ദു ശകലാഭരണം ത്രിനേത്രം. ബിഭ്രാണം എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചിരിക്കുന്നു, ഇവിടെ ഷൈൻ ചെയ്ത്, അതായത് ഇങ്ങനെ മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു, ജ്വലിക്കുന്നു. ഇന്ദുശകലാഭരണം, ഇന്ദുശകലം എന്ന് പറഞ്ഞിരിക്കുന്നത് അർദ്ധചന്ദ്രനെയാണ്. അർദ്ധചന്ദ്രനെ വഹിക്കുന്ന, അർദ്ധചന്ദ്രനെ ആഭരണമായി ധരിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ ത്രിനേത്രം ഉള്ള ആ പരമേശ്വരൻ്റെ അർദ്ധാംഗിനിയായ അംബികാദേവിയെ ഞാൻ ആശ്രയിക്കുന്നു, രാവും പകലും എപ്പോഴും ആശ്രയിക്കുന്നു എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം. അതുപോലെ ഇനി നമുക്ക് 9-ാം അധ്യായം നിശുംഭവധമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു, രക്തബീജനെ വധിച്ചതാണ് കണ്ടത്. ഇനി രക്തബീജനെ അയച്ചത് ശുംഭനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് നോക്കാം, നിശുംഭനെ എങ്ങനെയാണ് ഈ അധ്യായത്തിൽ ദേവി വധിക്കുന്നതെന്ന്. ഇനി രാജോ ഉവാച. രാജ ഉവാച, രാജൻ പറഞ്ഞു. അത് മൊത്തം നമ്പർ എടുക്കുമ്പോൾ അത് 503-ാമത്തെ ശ്ലോകമാണ്, ശ്ലോകമന്ത്രമാണ് ഇത്, ഉവാച മന്ത്രം. അതുപോലെ ഈ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത് വിചിത്രമിതമാഖ്യാതം ഭഗവൻ ഭവതാ മമ ദേവ്യാശ്ചരിതമാഹാത്മ്യം രക്തബീജവധാശ്രിതം. രാജാവ് പറഞ്ഞു, ഭഗവൻ, അല്ലയോ ഭഗവാനെ, ഭവതാ മമ, ഭവാനാൽ എനിക്ക്, രക്തബീജവധാശ്രിതം, അതായത് രക്തബീജവധത്തോട് കൂടിയതായിരിക്കുന്ന, വിചിത്രമായിരിക്കുന്ന, വിചിത്രമിതമാഖ്യാതം, അതായത് വളരെ ആശ്ചര്യകരമായി പറയപ്പെട്ടിരിക്കുന്ന, ഇതം ദേവ്യ, ഈ ദേവിയുടെ ചരിത്രമാഹാത്മ്യം ആഖ്യാതം പറയപ്പെട്ടു. അപ്പോൾ സുരഥ മഹാരാജാവ് ചോദിച്ചതിന് ഉത്തരമായി ഈ ഋഷിയാൽ ഈ ദേവിയുടെ മഹത്വത്തെ, അതായത് ആശ്ചര്യകരമായിരിക്കുന്ന ഈ ദേവിയുടെ മാഹാത്മ്യത്തെ ഈ മുനിയാൽ പറയപ്പെട്ടു. അല്ലയോ സുമേധസ്സു മഹർഷേ, രക്തബീജവധത്തോടു കൂടിയതായി ആ ആശ്ചര്യകരമായ ആ ദേവി മാഹാത്മ്യത്തെ അവിടുന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഭൂയശ്ചേച്ഛാമ്യഹം ശ്രോതും രക്തബീജേ നിപാതിതേ ചകാരശുംഭോ യത്കർമ്മ നിശുംഭശ്ചാതിഗോപനഃ. രക്തബീജേ നിപാതിതേ, രക്തബീജൻ താഴെ പതിക്കപ്പെട്ടപ്പോൾ, അതായത് വധിക്കപ്പെട്ടപ്പോൾ
അതികോപനഃ ഏറ്റവും കോപത്തോടു കൂടിയവനായ ശുംഭഃ നിശുംഭഃ ച ശുംഭനും നിശുംഭനും ഭൂയഃ പിന്നീട് യത് കർമ്മ ചകാര യാതൊരു കർമ്മം ചെയ്തുവോ അതിനെ അഹം ശ്രോതുമിച്ഛാമി ഞാൻ ശ്രോതുമിച്ഛാമി കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാവ് മുനിയോട് പറയുകയാണ്. സുമേധസ്സു മഹർഷിയോട് പറഞ്ഞു. അതായത് രക്തബീജൻ്റെ വധാനന്തരം അല്ലെങ്കിൽ രക്തബീജൻ വധിക്കപ്പെട്ടതിന് ശേഷം ശുംഭനും നിശുംഭനും പിന്നീട് എന്തു ചെയ്തുവോ അതിനെ കേൾക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്തു പറഞ്ഞാലും എന്ന് ഈ രാജാവ് സുമേധസ്സു മഹർഷിയോട് പറഞ്ഞു. അടുത്ത ശ്ലോകം ഋഷിരുവാച ഉവാച മന്ത്രമാണ്. അത് 506-ാമത്തെ മന്ത്രമായിട്ട് വരും. നമുക്ക് ഈ 9-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം ചകാര ഗോപമതുലം രക്തബീജേ നിപാതിതേ ശുംഭാസുരോ നിശുംഭശ്ച ഹതേഷു അന്യേഷു ചാഹവേ. ഋഷി പറഞ്ഞു, ആഹവേ ഈ യുദ്ധത്തിൽ ഈ സംഗ്രാമത്തിൽ രക്തബീജേ നിപാതിതേ രക്തബീജൻ പതിക്കപ്പെട്ടപ്പോൾ അതായത് വധിക്കപ്പെട്ടപ്പോൾ, താഴെ വീഴുക എന്നാണ് പതിക്കുക എന്നുള്ളതിനർത്ഥം. ഇവിടെ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്യേഷു ച ഹതേഷു രക്തബീജൻ മാത്രമല്ല അന്യേഷു മറ്റുള്ള അസുരന്മാരും വധിക്കപ്പെട്ടു. അതിനുശേഷം ശുംഭാസുരഃ നിശുംഭഃ ച ശുംഭനും നിശുംഭനും അതായത് ശുംഭാസുരനും നിശുംഭനും അതുലം കോപം ചകാര എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ഇവിടെ കോപത്തെ അതുലം കോപം എന്ന് പറഞ്ഞാൽ തുല്യമല്ലാത്ത അതായത് വളരെയധികം കോപിതരായി എന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കപ്പെട്ടു ആ മരണം കൊണ്ട്. അല്ലയോ രാജാവേ, യുദ്ധത്തിൽ ദേവി രക്തബീജനെയും മറ്റുള്ള അസുരന്മാരെയും കൊന്നു വീഴ്ത്തിയപ്പോൾ ശുംഭാസുരനും നിശുംഭനും വളരെയധികം കോപിച്ചു എന്നേ അർത്ഥമുള്ളൂ. ഇനി അടുത്തത് അല്ലയോ രാജാവേ എന്ന് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ശ്ലോകം ഹന്യമാനം മഹാസൈന്യം വിലോക്യാമർഷമുദ്വഹൻ അഭ്യതാവൻ നിശുംഭോധ മുഖ്യാസുരസേനയ അഭ്യതാവൻ നിശുംഭോധ മുഖ്യാസുരസേനയ അധ നിശുംഭഃ അനന്തരം നിശുംഭൻ ഹന്യമാനം കൊല്ലപ്പെട്ടതായ അതായത് വധിക്കപ്പെട്ടതായ മഹാസൈന്യം വിലോക്യ ആ വലുതായ മഹാസൈന്യത്തെ കണ്ടിട്ട് അതായത് വധിക്കപ്പെട്ട് കിടക്കുന്ന അസുരന്മാരെയെല്ലാം കണ്ടിട്ട് അമർഷം ഉദ്വഹൻ അമർഷം കോപം തന്നെയാണ്. കോപത്തെ ഉദ്വഹൻ എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ കോപത്തെ വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കോപിച്ചു അല്ലെങ്കിൽ കോപിതനായി എന്നേ അർത്ഥമുള്ളൂ. മുഖ്യ അസുരസേനയ മുഖ്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതാണ്. അതായത് പ്രധാനപ്പെട്ട അസുര സൈന്യത്തോടുകൂടി അഭ്യധാവത് നേരിട്ട് ദേവിയുടെ നേരെ ഓടി എന്നാണ്. ദേവിയാൽ വധിക്കപ്പെട്ടതായ ആ രക്തബീജൻ്റെ നേതൃത്വത്തിലുള്ള അസുരന്മാരെ എല്ലാം കണ്ടിട്ട് വളരെയധികം കോപിഷ്ഠനായിട്ട് നിശുംഭൻ തൻ്റെ ആ പ്രധാനപ്പെട്ട അസുര സൈന്യത്തോടുകൂടി ദേവിയുടെ നേരെ യുദ്ധം ചെയ്യുന്നതിനായിട്ട് ഓടി. ഇനി അടുത്ത ശ്ലോകം തസ്യാഗ്രതസ്തഥാ പൃഷ്ഠേ പാർശ്വയോശ്ച മഹാസുരാഃ സംദഷ്ടൗഷ്ടപുടാ ക്രുദ്ധ ഹന്തും ദേവീമുപായയു. തസ്യ അഗ്രതഃ തസ്യ അവൻ്റെ അഗ്രതഃ മുൻപിലും പൃഷ്ഠേ പുറകിലും തഥാ പാർശ്വയോഹോ അതുപോലെ തന്നെ പാർശ്വം സൈഡിലും ഇടത്തും വലത്തും എന്നർത്ഥം. പാർശ്വയോഹോ ച ഇടതുവശത്തും വലതുവശത്തും പാർശ്വം സൈഡ് എന്നാണ് അർത്ഥം. മഹാസുരന്മാർ സംദഷ്ടൗഷ്ടപുട കടിക്കപ്പെട്ട അധരോഷ്ടങ്ങളോട് കൂടിയവരായി. അതായത് ഇപ്പം നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ പല്ല് കടിച്ച് ചുണ്ട് കടിച്ച് പിടിച്ചിങ്ങനെ മുന്നോട്ട് ക്രുദ്ധരായിട്ട് ഓടില്ലേ, അതിനെയാണ് സന്ദഷ്ടൗഷ്ടപുട അതായത് ചുണ്ട് കടിച്ച് പിടിച്ചുകൊണ്ട് ക്രുദ്ധ കോപത്തോടു കൂടിയവരായിട്ട് ദേവീം ഹന്തും ഉപായയു ദേവിയെ വധിക്കുന്നതിനായിട്ട് ഉപായയു എന്ന് പറഞ്ഞാൽ ഉപായം ആലോചിച്ച് സമീപത്ത് ചെന്നു എന്നർത്ഥം. ഈ നിശുംഭൻ്റെ മുൻപിലും അതുപോലെ പുറകിലും അതുപോലെ ഇടതുവശത്തും വലതുവശത്തും അനേകം മഹാസുരന്മാർ രോഷം കൊണ്ട് അതായത് കോപം കൊണ്ട് കടിച്ചു പിടിച്ച അധരത്തോടുകൂടി അതായത് ചുണ്ടുകളോടുകൂടി വളരെയധികം കോപിഷ്ഠരായിട്ട് ചണ്ഡികാദേവിയെ വധിക്കുന്നതിനായി ആ ദേവിയുടെ സമീപത്തേക്ക് പോയി എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം ആജഗാമ മഹാവീര്യ ശുംഭോപി സ്വബലൈർവൃതഃ നിഹന്തും ചണ്ഡികാം കോപാത് കൃത്വാ യുദ്ധം തു മാതൃഭി. മഹാവീര്യ
ശുംഭഃ അപി. മഹാവീര്യൻ എന്ന് പറഞ്ഞാൽ അതിപരാക്രമിയായിരിക്കുന്ന ശുംഭനും, അപി എന്നുള്ള അർത്ഥമാണ്, ഓൾസോ എന്നുള്ള അർത്ഥം. ശുംഭനും സ്വബലൈഹി തൻ്റെ സൈന്യങ്ങളാൽ, ഇവിടെ സ്വബലം ബലം എന്നല്ല സൈന്യം എന്നാണ് ബലൈഹി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വൃതഃ എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടവനായിട്ട്. മാതൃഭി യുദ്ധം കൃത്വ. മാതൃഭിഹി എന്ന് പറഞ്ഞാൽ മാതാക്കളോട്, അതായത് സപ്തമാതാക്കളോടുകൂടി യുദ്ധം ചെയ്തിട്ട് കോപാത്തു കോപം നിമിത്തം ചണ്ഡികാം നിഹന്തും ചണ്ഡികയെ വധിക്കുന്നതിന്, നിഹന്തും നിഹനിക്കുക, നിഗ്രഹിക്കുക, വധിക്കുക, ആ ജഗാമ വന്നു. ഇവിടെ ശുംഭനും അതിപരാക്രമിയായിരിക്കുന്ന ശുംഭനും തൻ്റെ സൈന്യത്തോടുകൂടി, അതായത് സൈന്യത്താൽ ചുറ്റപ്പെട്ട് സപ്തമാതാക്കളോട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് കോപം കൊണ്ട്, അതുപോലെ തന്നെ ആ മാതൃക്കളോട് യുദ്ധം ചെയ്തിട്ട് വളരെയധികം കോപിഷ്ഠനായി ചണ്ഡികാദേവിയെ വധിക്കുന്നതിനായി വന്നു എന്നർത്ഥം. ഇനി ഈ ദേവിയെ വധിക്കാൻ ഒരിക്കലും ഈ ശുംഭൻ ശക്തനല്ലെന്ന് കാണിക്കാനാണ് കോപാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സപ്തമാതൃക്കൾ അറിയാലോ, ബ്രഹ്മാണി, കമലേന്ദു, സൗമ്യോദന, മാഹേശ്വരി, ലീലയ, കൗമാരി, രിപു, തർപ്പനാശനകരി, ചക്രായുധ, വൈഷ്ണവി, ഇവരാണ് മാതൃക്കൾ. ഇവരോട് യുദ്ധം ചെയ്തിട്ടാണ് ദേവിയെ വധിക്കാനായിട്ട് ചെല്ലുന്നത്. ഇനി അടുത്തത് തതോ യുദ്ധമതീവാസീത് ദേവ്യാ ശുംഭയോഹോ ശരവർഷമതീവോഗ്രം മേഘയോരിവ വർഷദോഹോ. മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നത് പോലെ ഇടമുറിയാതെ. തതഹ അനന്തരം വർഷദോഹോ മേഘയോ ഇവ വർഷിക്കുന്ന രണ്ട് മേഘങ്ങളെ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതീവ ഉഗ്രം ഏറ്റവും ഭയങ്കരമായ ശരവർഷം, അതായത് ശരം, അതായത് മഴ പെയ്യുന്ന ഇടമുറിയാതെ പെയ്യുന്ന ജലധാര പോലെ ശരവർഷം, ഇങ്ങനെ ശരങ്ങൾ ഇങ്ങനെ പൊടിച്ചുകൊണ്ടേയിരുന്നു. നിശുംഭയോഹോ ദേവിയ ശുംഭ നിശുംഭന്മാർക്ക് ദേവിയോടുകൂടി അതീവ യുദ്ധം ആസീത് ഏറ്റവും വലുതായ, അതായത് അതിഭയങ്കരമായി യുദ്ധം ചെയ്തു എന്നർത്ഥം. അനന്തരം രണ്ട് സൈഡിലും നിന്ന് യുദ്ധം ചെയ്യുന്ന സൈനികർ, ദേവിയുടെ സൈഡിലും ശുംഭൻ്റെ സൈഡിലും, അതായത് രണ്ട് കാർമേഘങ്ങൾ, അതിഭയങ്കരമായി വൃഷ്ടി ചെയ്യുന്ന മഴ പെയ്യുന്ന മേഘങ്ങളെ പോലെ തോന്നിച്ചു എന്നാണ്. രണ്ട് സൈഡിലും, അതായത് ശരവർഷം, മഴയല്ല ശരവർഷമാണ് ഇവിടെ പെയ്തുകൊണ്ടിരുന്നത് എന്ന് മാത്രം. ഇനി അടുത്ത ശ്ലോകം. ചിച്ഛേദാംസ്താം ശരാംസ്ഥാഭ്യാം ചണ്ഡികാ സ്വശരോക്കരൈഃ താടയാമാസ ജാംഗേഷു ശസ്ത്രൗഘൈരസുരേശ്വരൗ. താഭ്യാം അസ്താൻ, അവരാൽ, അസ്താൻ എന്ന് പറഞ്ഞാൽ അസ്ത്രങ്ങൾ, ബാണങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരാൻ, അതായത് അവരുടെ വില്ലിൽ നിന്ന് അയക്കപ്പെട്ട ആ ബാണങ്ങളെ ചണ്ഡികാദേവി സ്വശരോത്കരൈഹി ചിച്ഛേദ, ദേവി തൻ്റെ ശരങ്ങളെ കൊണ്ട് ഖണ്ഡിച്ചു അല്ലെങ്കിൽ ഛേദിച്ചു. ശുംഭന അവരുടെ സൈഡിൽ നിന്ന് അയക്കുന്ന ബാണങ്ങളെ ദേവി തൻ്റെ ശരം ഉപയോഗിച്ച് ഭേദിച്ചു എന്നർത്ഥം. അസുരേശ്വരവും അംഗേഷു, അസുരേശ്വരന്മാരെ അംഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവയവങ്ങളിൽ, ശസ്ത്രൗഘൈഹി ബാണാദി ആയുധ സമൂഹങ്ങളെ കൊണ്ട് താടയാമാസ താടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുകയും ചെയ്തു, ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിശുംഭന്മാർ പ്രയോഗിച്ച ബാണങ്ങളെ ചണ്ഡികാദേവി തൻ്റെ ശരങ്ങളെ കൊണ്ട് ഖണ്ഡിച്ചു അല്ലെങ്കിൽ ഭേദിച്ചു. അതുപോലെ അസുരേശ്വരന്മാരായ അവരെ അംഗങ്ങളിൽ, അവരുടെ അവയവങ്ങളിൽ ബാണസമൂഹങ്ങളെ കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. അത് വളരെയധികം ബാണങ്ങളെ കൊണ്ട്, ദേവിക്ക് ഒരുപാട് കൈകൾ കൊണ്ട് അമ്പ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കാളീദേവിയുണ്ട് സഹായത്തിന്, സപ്തമാതൃക്കളുണ്ട്, അമ്മദുർഗമാരുണ്ട്, ഒരുപാട് ദേവീ ഗണങ്ങൾ കൂടെയുണ്ട് സഹായിക്കാൻ. അപ്പോൾ അവരെല്ലാം പൊഴിച്ച്, അതായത് അയച്ച ബാണങ്ങൾ കൊണ്ട് അവരുടെ അവയവങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു എന്നാണ്. ഇനി അടുത്ത ശ്ലോകം. നിശുംഭോ നിശിതം ഖഡ്ഗം ചർമ്മജാതായ സുപ്രഭം അതാടയൻ മൂർധ്നിസിംഹം ദേവ്യാ വാഹനമുത്തമം. നിശുംഭൻ, നിശിതം എന്ന് പറഞ്ഞാൽ, നിശിതമായ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂർച്ചയുള്ള എന്നാണ് അർത്ഥം. ഖഡ്ഗം ചർമ്മ ച ആദായ, ഇവിടെ ഖഡ്ഗം വാള്, ചർമ്മം പരിചയാണ്, തോലല്ല. ച ആദായ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട്, വാളും പരിചയും എടുത്തുകൊണ്ട്, ദേവിയുടെ ഉത്തമം വാഹനം സിംഹം, അതായത് ശ്രേഷ്ഠമായ വാഹനമായ ആ സിംഹത്തിൻ്റെ, ശ്രേഷ്ഠമായ ആ സിംഹത്തിൻ്റെ മൂർധ്നി അതാടയത് എന്ന് പറഞ്ഞാൽ മൂർധാവിൽ താടിച്ചു. ഈ നിശുംഭൻ എന്ത് ചെയ്തെന്ന് നോക്കുക. മൂർച്ചയുള്ള
ഖഡ്ഗവും അതായത് വാളും പരിചയം എടുത്തുകൊണ്ട് ദേവിയുടെ ശ്രേഷ്ഠവാഹനമായ സിംഹത്തിൻ്റെ മൂർധാവിൽ ആക്രമിച്ചു എന്നർത്ഥം. ഇനി അടുത്തത് താടിതേ വാഹനേ ദേവി ക്ഷുരപ്രേണാസിമുത്തമം നിശുംഭസ്യാശുചിച്ഛേദ ചർമ്മജാപ്യഷ്ടചന്ദ്രകം. ഇനി വാഹനേ താടിതേ, അതായത് വാഹനമായ സിംഹത്തെ ആക്രമിച്ചപ്പോൾ, താടിതേ എന്ന് പറഞ്ഞാൽ താടിക്കപ്പെട്ടപ്പോൾ, അതായത് ആക്രമിക്കപ്പെട്ടപ്പോൾ, ദേവി ക്ഷുരപ്രേണ, ചണ്ഡികാദേവി ഇവിടെ ക്ഷുരപ്രേണ എന്ന് പറഞ്ഞാൽ കത്തി അമ്പുകൊണ്ട്, അതായത് കത്തി പോലെയുള്ള ഒരു ആയുധത്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ആകൃതിയിലുള്ള അമ്പുകൊണ്ട് നിശുംഭസ്യ ഉത്തമം അസിം, നിശുംഭൻ്റെ ശ്രേഷ്ഠമായ വാളിനെയും, ഉത്തമം ശ്രേഷ്ഠം അസിം വാളിനെ, അഷ്ടചന്ദ്രകം 8 ചന്ദ്രന്മാരെ ലേഖനം ചെയ്തിരിക്കുന്ന ചർമ്മജ ആശുചിച്ഛേദ, അതായത് ആ പരിച എന്ന് പറഞ്ഞാൽ ചെറിയ പരിചയമല്ല, വളരെ വലുതാണ്. അതിൽ 8 ചന്ദ്രന്മാരെ ആലേഖനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 8 ചന്ദ്രന്മാർക്ക് തുല്യമാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ആ പരിചയം വേഗത്തിൽ ഛേദിച്ചു അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞു എന്നർത്ഥം. അതായത് വാഹനമായ സിംഹത്തെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ നിശുംഭൻ്റെ ശ്രേഷ്ഠമായ വാളിനെയും അതുപോലെ 8 ചന്ദ്രന്മാരെ ആലേഖനം ചെയ്തിരിക്കുന്ന പരിചയം ക്ഷണം കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നർത്ഥം. ഇനി ക്ഷുരപ്രേണ എന്ന് പറഞ്ഞിരിക്കുന്ന വേറൊരർത്ഥമുണ്ട്. ഈ ക്ഷൗരം ചെയ്യാൻ, അതായത് ക്ഷൗരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ഷുരകന്മാരുടെ കയ്യിലുള്ള കത്തിയാണ്, 2 തലയിലും മൂർച്ച കാണും അതിന് എന്ന് തോന്നുന്നു. അപ്പോൾ അതിനെയും ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ക്ഷൗരക്കത്തി പോലെ മൂർച്ചയുള്ള വായോടുകൂടിയ അസ്ത്രം എന്നാണ് പിന്നെ വേറെ ഒരു അർത്ഥം എടുക്കാവുന്നത്. ക്ഷുരപ്രേണ എന്ന് വേറെ ഒരു ടെക്സ്റ്റിൽ ക്ഷുരപ്രേണാസിമുത്തമം എന്നുള്ളത് ഘുരപ്രേണാസിമുത്തമം എന്നും കണ്ടിട്ടുണ്ട്. ഇനി അഷ്ടചന്ദ്രകം എന്നുദ്ദേശിച്ചിരിക്കുന്ന ചന്ദ്രാകാരത്തിലുള്ള അത് കൃത്രിമ പണികളോട്, അലങ്കാര പണികളോട് കൂടിയ പരിച എന്ന് വേണമെങ്കിലും മനസ്സിലാക്കാം. എന്തായാലും നിശുംഭൻ്റെ കയ്യിലുള്ള ആ 8 ചന്ദ്രന്മാരെ ആലേഖനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠമായ പരിചയും വാളിനെയും എല്ലാം ദേവി മുറിച്ചു കളഞ്ഞു എന്നേ അർത്ഥമുള്ളൂ ഇവിടെ. ഇനി അടുത്ത് ഛിന്നേ ചർമ്മണി ഖഡ്ഗേജ ശക്തിം ചിക്ഷേപസോസുര താം അപ്യസ്യ ദിധാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. ഇവിടെ ചർമ്മണി ഖഡ്ഗേ ഛിന്നേ, വാളും പരിചയം ഇങ്ങനെ മുറിച്ചു കളയപ്പെട്ടപ്പോൾ, ഛേദിക്കപ്പെട്ടപ്പോൾ, സഹ അസുരഹ ശക്തിം ചിക്ഷേപ, അതുപോലെ ആ അസുരൻ, സഹ അസുരഹ എന്ന് പറഞ്ഞാൽ ആ അസുരൻ, ശക്തിം എന്ന് പറഞ്ഞാൽ വേലിനെ, ആ വേലായുധത്തെ ചിക്ഷേപ എറിഞ്ഞു, ദേവിയുടെ നേർക്ക് എറിഞ്ഞു. അസ്യ അഭിമുഖാഗതാം, നിശുംഭൻ്റെ നേരിട്ട് വരുന്ന താം അതിനെയും, ചക്രേണ ദിധാ ചക്രേ, ദേവി അങ്ങനെ അയച്ച വേലിനെ ചക്രേണ ദിധാ ചക്ര എന്ന് പറഞ്ഞാൽ ചക്രായുധം കൊണ്ട് തന്നെ 2ആക്കി മുറിച്ചു കളഞ്ഞു വേലിനെ. നിശുംഭൻ്റെ വാളും പരിചയം മുറിഞ്ഞു പോയപ്പോൾ നിശുംഭൻ വേൽ പ്രയോഗിച്ചു. അവൻ പ്രയോഗിച്ച വേലിനെ, അവൻ്റെ ആ വേലിനെ ദേവി ചക്രായുധം കൊണ്ട് 2ആക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ചക്രായുധം കൊണ്ട് വേലിനെ മടക്കി മുറിച്ചു കളഞ്ഞു എന്നർത്ഥം. ഇനി അടുത്തത് കോപാത്മാദോ നിശുംഭോധ ശൂലം ജഗ്രാഹദാനവഃ ആയാന്തം മുഷ്ടിപാദേന ദേവീ തച്ഛാപ്യചൂർണയത്. കോപാത്മാദഃ എന്ന് പറഞ്ഞാൽ കോപം കൊണ്ട് ജ്വലിക്കുന്ന, നിശുംഭഃ ദാനവഃ നിശുംഭാസുരൻ, അധ അനന്തരം, ശൂലം ജഗ്രാഹ വേല് മുറിച്ചു കളഞ്ഞപ്പോൾ ശൂലായുധത്തെ പ്രയോഗിച്ചു. ശൂലം 3 മുനയുള്ളതിനെയാണ് ശൂലം എന്ന് പറയുന്നത്. ദേവി ആയാന്തം തച്ചാപി നേരിട്ട് വരുന്ന അതിനെയും, മുഷ്ടിപാതേന അചൂർണയത് ഒരു കൈ കൊണ്ട് തന്നെ, അതായത് മുഷ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിരലുകൾ അകത്തേക്ക് മടക്കി വെച്ചിട്ടുള്ള കൈയുടെ ആ മുദ്രയാണ് മുഷ്ടി, ചുരുട്ടി അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5 വിരലും ചുരുട്ടി വെച്ചിട്ട് ആ മുഷ്ടിപ്രഹരം കൊണ്ട് ആ നേരിട്ട് വന്ന ശൂലായുധത്തെയും പൊടിയാക്കി. ശുംഭാസുരന് കോപത്തോടുകൂടി നിശുംഭാസുരൻ ദേവിയുടെ നേരെ ശൂലായുധത്തെ പ്രയോഗിച്ചു. ദേവി ഉടനെ സ്വന്തം കൈ ചുരുട്ടി മുഷ്ടി കൊണ്ട് അതിനെയും പൊടിച്ചു കളഞ്ഞു എന്ന് അർത്ഥം. അടുത്തത് ആവിദ്യാധഗതാം സോവിജിക്ഷേപ ചണ്ഡികാം പ്രതി സാപി ദേവിയ ത്രിശൂലേന ഭിന്ന ഭസ്മത്വമാഗത. അധ അനന്തരം സ അപ്പി
സഹ അപി എന്ന് പറഞ്ഞാൽ അവനും ഗതാം ആവിധ്യ ഗതയെ കറക്കിയിട്ട് ചണ്ഡികാം പ്രതിചിക്ഷേപ ചണ്ഡികാദേവിയുടെ നേരെ എറിഞ്ഞു. സ അപി ആ ഗതയും ദേവ്യ തൃശൂലേന ഭിന്ന ദേവി തൃശൂലം കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു എന്നർത്ഥം. ഭസ്മത്വം ആഗത ഭസ്മതയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പൊടിയാക്കി കളഞ്ഞു. ഭസ്മം എന്ന് പറഞ്ഞാൽ പൊടിയല്ലേ, അപ്പോൾ ഇവിടെ ഗതയെയും പൊടിയാക്കി കളഞ്ഞു എന്നർത്ഥം. അനന്തരം നിശുംഭാസുരൻ ഗതയെ കറക്കി ദേവിയുടെ നേരെ പ്രയോഗിച്ചു, അല്ലെങ്കിൽ എറിഞ്ഞു. അതും ദേവി തൻ്റെ തൃശൂലം കൊണ്ട് പിളർക്കപ്പെട്ടിട്ട് ഭസ്മമാക്കി തീർത്തു എന്ന് അർത്ഥം. ദേവിയ തൃശൂലേന ഭിന്ന തൃശൂലം കൊണ്ടാണ് ദേവി ഗതയെ പൊടിയാക്കി കളഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം. തതപരശുഹസ്തം തമായാന്തം ദൈത്യപുങ്കവം ആഹത്യ ദേവീ ബാണൗഘൈരപാതയത ഭൂതലെ. തഥ പരശുഹസ്തം, പരശും എന്ന് പറഞ്ഞാൽ പരശു കോടാലി മഴുവാണ്. അപ്പോൾ തതഹ അനന്തരം പരശുഹസ്തം തമായാന്തം തം ആയാന്തം ദൈത്യപുങ്കവം. ഇവിടെ ദൈത്യപുങ്കവൻ എന്ന ദൈത്യപുങ്കവൻ എന്ന് പറഞ്ഞാൽ രാക്ഷസ ശ്രേഷ്ഠൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവി ബാണൗഘൈ ആഹത്യ ശരസമൂഹങ്ങളെ കൊണ്ട് ആക്രമിച്ചിട്ട് ഭൂതലെ അപാതയത ഭൂമിയിൽ പതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ അസുരനെ താഴെ വീഴിച്ചു എന്നർത്ഥം. പരശുഹസ്തം വെൺമഴു ധരിച്ച് ആയാന്തം തം നേരിട്ട് വരുന്ന ആ അസുരശ്രേഷ്ഠനെ ദേവി ശരസമൂഹങ്ങൾ, അതായത് അനേകം ബാണങ്ങൾ അയച്ച് ആക്രമിച്ച് ഭൂമിയിൽ പതിപ്പിച്ചു എന്നർത്ഥം. ഇനി തതോ നിശുംഭ സംപ്രാപ്യ ചേതനാമാത്തകാർമുക എന്ന് പറയുന്നുണ്ട് ഒരു ലൈൻ. ഇനി അയാൾ മരിച്ചില്ല, അയാൾ ചേതനാമാത്തകാർമുക എന്ന് പറഞ്ഞാൽ ചേതന നശിച്ചതേ ഉള്ളൂ, മരിച്ചിട്ടില്ല നിശുംഭൻ. തതപരശുഹസ്തം ഇവിടെ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് തസ്മിൻ നിപതിതേ ഭൂമൗ നിശുംഭേ ഭീമവിക്രമേ പ്രാതര്യതീവ സംക്രുദ്ധ പ്രയയൗ യോദ്ധുമംബികാം. ഈ തസ്മിൻ ഭീമവിക്രമേ എന്ന് പറഞ്ഞാൽ ഭീമം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ വലിയ എന്നുള്ള അർത്ഥമാണ്. ഘോര പരാക്രമത്തോട്, അതായത് വളരെയധികം പരാക്രമശാലിയായ എന്നുള്ള അർത്ഥമാണ്. തസ്മിൻ ആ അതുല പരാക്രമിയായ നിശുംഭേ ഭ്രാതരി. ഇനി ഭ്രാതരി എന്ന് പറഞ്ഞിരിക്കുന്ന അനുജനെയാണ്. നിശുംഭൻ എന്ന അനുജൻ ഭൂമൗ നിപതിതേ ഭൂമിയിൽ പതിച്ചപ്പോൾ ജ്യേഷ്ഠനായ ശുംഭനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതീവ സംക്രുദ്ധനായി ഏറ്റവും കോപത്തോടു കൂടിയവനായിട്ട് അംബികാം യോദ്ധും അംബികയോട് യുദ്ധം ചെയ്യുന്നതിനായി പ്രയയൗ ചെന്നു. അപ്പോൾ തസ്മിൻ ഭീമവിക്രമേ നിശുംഭേ ഭ്രാതരി. അപ്പോൾ ഇവിടെ നിശുംഭൻ എന്ന അനുജൻ ശുംഭൻ ഭൂമിയിൽ പതിച്ചത് കണ്ടപ്പോൾ, ജ്യേഷ്ഠനായ ശുംഭൻ ഭൂമിയിൽ പതിച്ചത് കണ്ടപ്പോൾ അതീവ ക്രുദ്ധനായി ഏറ്റവും കോപത്തോടു കൂടിയവനായിട്ട് ദേവിയോട് യുദ്ധം ചെയ്യുന്നതിനായി ചെന്നു എന്നർത്ഥം. ഇനി സരഥസ്തസ്തഥാത്യുച്ചൈർഗ്രഹീതപരമായുധൈ ഭുജൈരഷ്ടാഭിരതുലൈർ വ്യാപ്യാശേഷം ബഭൗ നഭഃ തഥാ രഥസ്ഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം രഥത്തിൽ ഇരിക്കുന്ന, അതായത് രഥാരൂഢനായ സഹ അവൻ, അത്യുച്ചൈ എന്ന് പറഞ്ഞാൽ അത്യുച്ചത്തിൽ എന്നുള്ളതാണ്. ഗ്രഹീതപരമായുധൈ ഇവിടെ അത്യുച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ശബ്ദമല്ല, അത്യുന്നതങ്ങളായ വളരെ വലുതായ ശ്രേഷ്ഠമായ ആയുധങ്ങളെ ധരിച്ചവയായി അതുലൈഹി, അതിനും തുല്യം വെക്കാനൊന്നുമില്ല, അതുല്യമാണത്. അഷ്ടാഭിഭുജൈ 8 കൈകളെ കൊണ്ട് അശേഷം നഭ വ്യാപ്യ ബഭൗ. അശേഷം എന്ന് പറഞ്ഞാൽ ആകാശം മുഴുവൻ വ്യാപിപ്പിച്ചിട്ട് ശോഭിച്ചു എന്നാണ്. അപ്രകാരം ശുംഭാസുരൻ തേരിൽ കയറി അത്യുന്നതങ്ങളായി ശ്രേഷ്ഠായുധങ്ങളെ ധരിച്ചിരിക്കുന്നവകളായി നിസ്തുല്യങ്ങളായി, അതായത് അതുല്യമായിരിക്കുന്ന 8 കൈകളെ കൊണ്ട് ആകാശമാസകലം വ്യാപിപ്പിച്ചിട്ട് ശോഭിച്ചു എന്നാണ്. ഇവിടെ അങ്ങനെ ദേവിക്കുമുണ്ട് അഷ്ടഭുജങ്ങൾ അല്ലേ. ദേവിയും ഇപ്പോൾ സകല ആയുധങ്ങളെയും എല്ലാ കൈകളിലും വ്യാപിപ്പിച്ച് അല്ലെങ്കിൽ ധരിച്ചിട്ട് ദേവിയും അങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് ദേവിക്കും. അപ്പോൾ ഈ ആയുധങ്ങളെ എല്ലാ കൈകളിലും ധരിച്ചിട്ട് ശോഭിച്ചു എന്നർത്ഥം. ഇവിടെ തമായാന്തം സമാലോക്യ ദേവി ശംഖം അവാദയത്.
ജ്യ ശബ്ദം ചാഭിധനുശ്ചകാരാതീവ ദുസ്സഹം. ദേവി ചണ്ഡികാദേവിയാണ് പറഞ്ഞിരിക്കുന്നത്. തം ആയാന്തം സമാലോക്യ. അങ്ങനെ ആ മഹാസുരൻ 8 കൈകളിലും ആയുധങ്ങളൊക്കെ ധരിച്ച്, അതായത് വളരെ വലിയ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളെ ധരിച്ച് വളരെ ആ ആയുധങ്ങളുടെ ശോഭ കൊണ്ട് ശോഭിച്ചു വരുന്ന മഹാസുരനെ കണ്ടിട്ട് ശംഖം അവാദയത്. ശംഖത്തെ മുഴക്കി ദേവി. അതീവ ദുസ്സഹം, സഹിക്കാൻ പാടില്ലാത്തതായത്. ധനുഷ വില്ലിൻ്റെ. ജ്യ ശബ്ദം ചാപി ചകാരം. പിന്നെ വില്ലിൽ നിന്ന് ഇങ്ങനെ ബാണം വലിച്ചു വിടാനായിട്ട് ഞാൺ വലിക്കുമ്പോൾ ശബ്ദം കേൾക്കുമല്ലോ, അതിനെയാണ് ഞാണൊലി എന്ന് പറയുന്നത്. ഞാണിൻ്റെ ഒലി ശബ്ദമാണ്. ജ്യ ശബ്ദം അഭി ചകാരം. ആ ചകാരം എന്ന് പറഞ്ഞാൽ ചെയ്തു, ഇവിടെ ശബ്ദം ഉണ്ടാക്കി എന്നർത്ഥം. അപ്പോൾ ശംഖത്തെ മുഴക്കി ഒച്ച കേൾപ്പിച്ചു. അതുപോലെ തന്നെ അവൻ്റെ ആ വരവ് കണ്ട് സഹിക്കാൻ പറ്റാതെ ആ വില്ലിൻ്റെ ഞാണ് വലിച്ച് ഞാണിൻ്റെ ശബ്ദവും കേൾപ്പിച്ചു. അത് ചെറിയ ശബ്ദമല്ല, വളരെ വലിയ ശബ്ദമാണെന്ന് ഓർത്തോണം. ഇനി അടുത്തത്, തമായാന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ദുസ്സഹമായി തോന്നിയെന്നാണ് ആ മഹാസുരൻ്റെ ആ വരവ്. പൂരയാമാസ കകുഭോ നിജഖണ്ഡാസ്വനേന ച സമസ്ത ദൈത്യസൈന്യാനാം തേജോവധവിധായിന. സമസ്ത ദൈത്യസൈന്യാനാം എന്ന് പറഞ്ഞാൽ എല്ലാ അസുരസേനകളുടെയും തേജോവധവിധായിന, തേജസ്സിൻ്റെ വിനാശത്തെ ചെയ്യുന്നതായ, നിജഖണ്ഡാസ്വനേന ച, തൻ്റെ ഖണ്ഡമണിയാണ്. നിജ എന്ന് പറഞ്ഞാൽ സ്വന്തം, തൻ്റെ മണിയുടെ നാദം കൊണ്ടും, സ്വനം ശബ്ദമാണ്. കകുഭ പൂരയാമാസ. കകുഭ പൂരയാമാസ എന്ന് പറഞ്ഞാൽ, പൂരയാമാസ എന്ന് പറഞ്ഞാൽ നിറച്ചു, അല്ലെങ്കിൽ ദിക്കുകളെയെല്ലാം നിറച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ അസുരസേനകളുടെയും വീര്യത്തെ നശിപ്പിക്കുന്നതായ തൻ്റെ മണിയുടെ ശബ്ദം കൊണ്ട് 10 ദിക്കുകളെയും നിറച്ചു. എല്ലാ അസുരസേനകളുടെയും തേജസ്സിൻ്റെ വിനാശത്തെ ചെയ്യുന്നതാണ് ആ മണിയുടെ ശബ്ദം. അതുകൊണ്ടാണ് ആ ശബ്ദം കൊണ്ട് എല്ലാ ദിക്കുകളെയും നിറച്ചു എന്ന് പറഞ്ഞാൽ ആ ശബ്ദം കൊണ്ട് അവരുടെ എല്ലാം തേജസ് നശിക്കും എന്നർത്ഥം. ഇനി അടുത്തത്, തതസിംഹോ മഹാനാദൈസ്ത്യാജിദേഭ മഹാമദൈഹി പൂരയാമാസ ഗഗനം ഗാം തഥോപദിശോം ദശ. തതഃ അനന്തരം സിംഹം ത്യാജിദേഭ മഹാമദൈഹി, ആനകളുടെ മഹാമതങ്ങളെ ദൂരീകരിക്കുന്ന, അതായത് ആനകളിങ്ങനെ ഈ യുദ്ധത്തിന് വന്നിങ്ങനെ ശബ്ദവും ബഹളവും എല്ലാം കൊണ്ട് വളരെ അഹങ്കരിച്ച് മത്തരായിട്ടിരിക്കുകയാണ്. മതോന്മത്തരായ ആനകൾ. മഹാനാദൈ, വലിയ ഗർജനങ്ങളെ കൊണ്ട്, ഗഗനം ഗാം, ഗഗനം ആകാശം, ഗാം ഭൂമിയാണ്, ദശ ഉപദിശക പൂരയാമാസ. അപ്പോൾ ഇവിടെ ആ ദശ ഉപദിശക എന്ന് പറഞ്ഞാൽ 10 ദിക്കുകളെയും പൂരയാമാസ നിറച്ചു എന്നർത്ഥം. ഇവിടെ സിംഹം, അതുപോലെ തന്നെ ആനകളുടെ മഹാമതങ്ങളെ ദൂരീകരിക്കുന്ന വലിയ ഗർജനങ്ങളെ കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും അതുപോലെ തന്നെ 10 ദിക്കുകളെയും നിറച്ചു എന്നർത്ഥം. ഇനി ഈ ആനകളെ ഞാൻ വേറെ ഒരു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഇതിനു മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൽ. അതായത് ആന ഒറ്റച്ചാട്ടത്തിന് സിംഹത്തിൻ്റെ മസ്തകത്തിൽ കയറിയിരുന്നതിനെ അടിച്ചു കൊല്ലാൻ പ്രാപ്തമാണ് സിംഹങ്ങൾ. അതുകൊണ്ട് സിംഹമാണ് ആനയെക്കാളും ശക്തിയുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ആനകളുടെ അഹങ്കാരത്തെ ദൂരീകരിക്കുന്ന, അല്ലെങ്കിൽ മതത്തെ ദൂരീകരിക്കുന്ന വലിയ ഗർജനങ്ങളെ കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും അതുപോലെ തന്നെ 10 ദിക്കുകളെയും വിറപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, തതക്കാളി സമുത്പത്യ ഗഗനം ശ്മാമതാടയത് കരാഭ്യാം തം നിനാദേന പ്രാക്സനാസ്ഥേ തിരോഹിതാഹ. തതഃ അനന്തരം കാളീദേവി ഗഗനം സമുത്പത്യ, ആകാശത്തെ, സമുത്പത്യ എന്ന് പറഞ്ഞാൽ ആകർഷിച്ച് വലിച്ച്, അതായത് ഇങ്ങനെ ആകാശം മുട്ട എന്നർത്ഥമാണ് ഇവിടെ. ശ്മാം കരാഭ്യാം അതാടെ, ഭൂമിയെ കൈകൾ കൊണ്ട് താടിച്ചു. തന്നിനാദേന, ആ ശബ്ദം കൊണ്ട്, തേ പ്രാക്സ്വനാഹ, ആ മുൻപുണ്ടായ ശബ്ദങ്ങളെല്ലാം തിരോഹിതാഹ, മറയ്ക്കപ്പെട്ടു. അതായത് ദേഷ്യം വന്നിട്ട് നമ്മൾ ഈ കൈ ചുരുട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമല്ലോ, ഇവിടെ ദേവി മുകളിലേക്ക് കൈ വീശിയെറിഞ്ഞ്, മുകളിലേക്കും അതുപോലെ തന്നെ പിന്നീട് താഴെ ഭൂമിയിലേക്കും കൈകളിങ്ങനെ ചുഴറ്റി എറിയുവാണ്. അപ്പോൾ ആ ശബ്ദം കൊണ്ട് ഭൂമിയെ താടിച്ചു, അതുപോലെ തന്നെ
ആകാശത്തേക്കും കൈകൾ കൊണ്ട് തടിച്ചു. ഈ ശബ്ദം കൊണ്ട് മുൻപുണ്ടായിരുന്ന ശബ്ദങ്ങളെല്ലാം അതുപോലെ മുൻപുണ്ടായിരുന്ന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ മണിശബ്ദം ഉണ്ടായിരുന്നു, ഖണ്ഡാസ്വനം, അതുപോലെ ആനകളുടെ ഗർജനം, സിംഹത്തിൻ്റെ ഗർജനം, ദേവിയുടെ തന്നെ വില്ലിൽ നിന്ന് പുറപ്പെട്ട ശബ്ദം, ഇതെല്ലാം മറികടന്ന് ദേവിയുടെ ഈ കൈകൾ കൊണ്ടുണ്ടാക്കിയ ശബ്ദം, അതിനെയെല്ലാം മറികടന്ന് ഈ മറ്റ് ശബ്ദങ്ങളെല്ലാം മറച്ചു എന്നർത്ഥം. അനന്തരം കാളി ഇങ്ങനെ സമുത്പത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് ചാടി താഴോട്ട് വരുന്ന ആ പ്രക്രിയയ്ക്കും സമുത്പത്യ എന്ന് പറയുക. ഇനി അടുത്തത് അട്ടാട്ടഹാസമശിവം ശിവദൂതീചകാര തൈഹി ശബ്ദൈരസുരാസ്ത്രേഷു ശുംഭക്കോപം പരം യയൗ ശിവദൂതി അശിവം. അശിവം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിഭയങ്കരമായി എന്നാണ്. ശിവദൂതിയായ ദേവി, അതായത് ശിവനെ ദൂതിനായി അയച്ച ദേവിയാണ്, അതുകൊണ്ടാണ് ശിവദൂതി എന്ന് പേര് കിട്ടിയതെന്ന് നമ്മൾ പഠിച്ചു. അട്ടാട്ടഹാസം ചകാര, അതായത് അത്യുച്ചത്തിൽ അട്ടഹാസം ചെയ്തു എന്നാണ്. ചകാര ചെയ്തു. തൈഹി ശബ്ദ, ആ ശബ്ദത്തെ കൊണ്ട് അസുരാഹ ത്രേസു, അസുരാഹ എന്ന് പറഞ്ഞാൽ അസുരന്മാർ, ത്രേസുഹു ഭയപ്പെട്ടു, ശുംഭ ശുംഭൻ പരം കോപം യയൗ അധികമായ കോപത്തെ പ്രാപിച്ചു. ദേവിയുടെ ഈ അട്ടഹാസ ശബ്ദം കേട്ടിട്ട്, അതായത് ശിവദൂതി ദേവിയായ ഈ കാളികാദേവി അല്ലെങ്കിൽ ചണ്ഡികാദേവിയുടെ ഈ അട്ടഹാസം കേട്ടിട്ട്, ആ ശബ്ദം കേട്ടിട്ട് അസുരന്മാർ വല്ലാതെ ഭയപ്പെടുകയും ശുംഭൻ വളരെയധികം കോപിക്കുകയും ചെയ്തു എന്നർത്ഥം. ഇനി ദുരാത്മം സ്തിഷ്ടതിഷ്ഠേതി വ്യാജഹാരാംബികായത തഥാ ജയേത്യഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈ. ദുരാത്മൻ, അതായത് ദുഷ്ട ആത്മാവിനെയാണ് ദുരാത്മൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ദുരാത്മാവായ അസുരനെ വിളിച്ചിരിക്കുക. തിഷ്ടതിഷ്ഠ ഇതി, എടാ നിൽക്ക് നിൽക്ക്, എടാ ദുഷ്ട നീ നിൽക്ക് നിൽക്ക് എന്നാണ് പറയുന്നത്. എന്നിങ്ങനെ യഥാ അംബിക വ്യാജഹാര, ഇവിടെ വ്യാജഹാര എന്ന് പറഞ്ഞാൽ അംബികാദേവി ഇങ്ങനെ ദേവി വിളിച്ചു പറഞ്ഞു, അരുളി ചെയ്തു ദേവി. തഥാ അപ്പോൾ ആകാശ സംസ്ഥിതൈഹി, ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവൈഹി ദേവന്മാരാൽ ജയ ഇതി അഭിഹിതം, ജയിച്ചാലും എന്ന് പറയപ്പെട്ടു. ഈ ദുഷ്ടനായ അസുരനോട് നിൽക്ക് നിൽക്ക് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആകാശത്തിൽ നിൽക്കുന്ന, ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവന്മാർ ദേവി ജയിച്ചാലും ജയിച്ചാലും എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് അർത്ഥം. ഇനി അടുത്ത ശ്ലോകം. ശുംഭേനാഗത്യ ശക്തിർമുക്ത ജ്വാലാധിഭീഷണ ആയാന്തി വന്യകൂടാഭ സാ നിരസ്ത മഹോൽക്കയ. ശുംഭേന ആഹത്യ, അതായത് ശുംഭനാൽ അടുത്ത് ചെന്നിട്ട് ജ്വാലാതിഭീഷണ, തേജസ് കൊണ്ട് അതിഭയങ്കരമായിരിക്കുന്ന യാ ശക്തി മുക്ത, യാ ഇവിടെ ശക്തി എന്ന് പറഞ്ഞാൽ വേലാണ്. ഏത് വേലാണോ എറിയപ്പെട്ടത്, മുക്ത കയ്യിൽ നിന്ന് മുക്തമാക്കപ്പെട്ടു, അതായത് വേൽ എറിഞ്ഞു എന്നർത്ഥം. സ വന്യകൂടാഭ, അത് തീ പോലെ, വന്നി തീയാണ്. ആ വന്യകൂടാഭ എന്ന് പറഞ്ഞാൽ കുറേ അധികം അഗ്നിശകലങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ഇങ്ങനെ ജ്വലിച്ച് തീ പന്തങ്ങൾ ഒരുമിച്ച് ചെല്ലുമ്പോൾ ഉള്ള ശോഭയോടുകൂടി ആയാന്തി നേരിട്ട് വന്നിട്ട് ദേവിയാൽ മഹോൽക്കയ നിരസ്ഥ, മഹോൽക്ക എന്ന് പേരോടുകൂടിയ ആയുധം കൊണ്ട് ദൂരീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് ശുംഭൻ അടുത്ത് ചെന്ന് തേജസ് കൊണ്ട് അതിഭയങ്കരമായ ഒരു വേൽ പ്രയോഗിച്ചു. അതുപോലെ ആ വേലിങ്ങനെ അഗ്നി കുറേ തീപന്തങ്ങൾ കൂടി നിൽക്കുന്ന പോലെയുള്ള ശോഭയോടുകൂടിയാണ് അത് നേരിട്ട് ദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ദേവി എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുള്ള മഹോൽക്ക എന്ന ഒരു വിശിഷ്ടമായ ആയുധം കൊണ്ട് ആ വേലിനെ തടഞ്ഞു എന്നർത്ഥം. ഇനി അടുത്തത് സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഘാത നിസ്വനോ ഘോരോ ജിതവാൻ അവനീപതേ. അവനീപത എന്ന് പറഞ്ഞാൽ അവനീപതി രാജാവാണ്. ഇവിടെ രാജാവിനെ സംബോധന ചെയ്യുന്നതാണ്. അവനീപതേ, ഹേ രാജാവേ, ശുംഭസ്യ സിംഹനാദേന, ആ ശുംഭൻ്റെ സിംഹനാദം കൊണ്ട് ലോകത്രയാന്തരം 3 ലോകങ്ങളുടെയും ഉള്ളിൽ, അതായത് അകത്ത് 3 ലോകങ്ങളും എന്ന് ഉദ്ദേശിച്ചാൽ മതി.
വ്യാപിക്കപ്പെട്ടു ആ സിംഹനാദത്താൽ. ഘോരഹ നിർഘാത നിസ്വനഹ, ഭയങ്കരമായ ഇടിവെട്ടുന്ന ശബ്ദമാണ് നിർഘാത നിസ്വനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജിതവാൻ, ജയിക്കപ്പെട്ടു. അതായത് അല്ലയോ സുരഥ മഹാരാജാവേ, ശുംഭൻ്റെ ആ സിംഹനാദം 3 ലോകങ്ങളുടെയും അന്തരാളത്തെ, അതായത് 3 ലോകങ്ങളിലും വ്യാപിച്ചു. ആ സിംഹനാദം ഇടിവെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഘോരമായ ശബ്ദത്തെ ജയിച്ചു. അത്രയ്ക്കും ഭയങ്കരമായിരുന്നു ആ ശബ്ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 3 ലോകത്തിൻ്റെയും ആ ഭൂവർലോകത്തിൻ്റെയും സ്വർഗലോകത്തിൻ്റെയും മധ്യമാണ് ഭൂമി എന്ന് പറയുന്നത് ഇവിടെ, അല്ലേ? അതാണ് ലോക അന്തരം, ത്രൈലോക്യ അന്തരം എന്ന് പറഞ്ഞിരിക്കുന്ന ലോകങ്ങൾ, ലോകത്രയാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. രാജാവേ, ശുംഭൻ്റെ സിംഹനാദം കൊണ്ട് ജഗത്തിൻ്റെ അന്തർഭാഗം മുഴുവനും വ്യാപ്തമായി. എങ്കിലും അവൻ്റെ സൈന്യങ്ങളുടെ ആ ദേവിയെക്കുറിച്ചുള്ള ആ യുദ്ധരസം നിമിത്തമുണ്ടായ ജയിച്ചാലും കൊന്നാലും എന്നുള്ള ശബ്ദം, അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്ന ഈ ആയുധസന്നദ്ധരായ ആ അസുരന്മാരുടെ, അതുപോലെ ദേവിയുടെ സൈഡിൽ നിന്നുള്ള ആ സംഘട്ടനത്തിൻ്റെ ശബ്ദം, ഇതെല്ലാം ശുംഭൻ്റെ ആ നാദത്തെ ജയിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം. ശുംഭമുക്താൻ ശരാൻ ദേവി ശുംഭസ്തത്പ്രഹിതാൻ ശരാൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈഃ ശതശോധ സഹസ്രശഃ. അഥാനന്തരം ശുംഭമുക്താൻ ശരാൻ, ശുംഭനാൽ മുക്തമാക്കപ്പെട്ട ശരങ്ങൾ, അതായത് ശുംഭൻ പ്രയോഗിച്ച ശരങ്ങൾ, ദേവിയും തത്പ്രഹിതാൻ ശരാൻ, ദേവിയാൽ അയക്കപ്പെട്ട ശരങ്ങൾ ശുംഭനും, ഉഗ്രൈഹി സ്വശരൈഹി, അതായത് രൗദ്രങ്ങളായിരിക്കുന്ന തങ്ങളുടെ ശരങ്ങളെ കൊണ്ട്, ശതശഃ സഹസ്രശഃ, 100 വീതവും 1000 വീതവും ആയി, ചിച്ഛേദ ഛേദിച്ചു. അപ്പോൾ പരസ്പരം അയക്കപ്പെട്ട ശരങ്ങൾ, ദേവിയും ശുംഭനും അയക്കപ്പെട്ട ശരങ്ങൾ പരസ്പരം, അവരും തങ്ങളുടേതായ ശ്രേഷ്ഠങ്ങളായ ദിവ്യ ആയുധങ്ങളെ കൊണ്ട് 100ഉം 1000ഉം വീതമായി അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കളഞ്ഞു. രണ്ടുപേരും കട്ടയ്ക്ക് യുദ്ധം ചെയ്തു എന്നർത്ഥം. ഇനി അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് ഇന്ന് ഇത്രയും പറഞ്ഞാൽ മതി. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഇതിൽ ഞാൻ ഇന്ന് ധ്യാന ശ്ലോകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എല്ലാ ശ്ലോകത്തിൻ്റെയും, അതായത് എല്ലാ ചാപ്റ്ററിൻ്റെയും മുമ്പിൽ ധ്യാന ശ്ലോകമുണ്ട്, അതിൻ്റെയും കൂടെ അർത്ഥം പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ടെക്സ്റ്റിൽ ഈ ദേവി മാഹാത്മ്യം തുടങ്ങുമ്പോൾ, അതായത് പ്രഥമ ചരിതത്തിന് മുമ്പ് 4 ശ്ലോകങ്ങളേ ഉള്ളൂ, ധ്യാന ശ്ലോകങ്ങൾ. അതിൽ ആദ്യത്തേത് മഹാകാളി ദേവി, രണ്ടാമത് ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, പിന്നെ ദുർഗാദേവി. ഇങ്ങനെ 4 ശ്ലോകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തരചരിതം, പിന്നെ അടുത്തത് രഹസ്യത്രയം, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ശ്ലോകം ഞാൻ കണ്ടുപിടിച്ച് ഇട്ടതാണിന്ന്. ഇത്രയും വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു ആ കമൻറ്റ് കിട്ടിയപ്പോഴേക്കും. അതുകൊണ്ട് ഇത് മുതൽ ഞാൻ എല്ലാത്തിൻ്റെയും ശ്ലോകത്തിൻ്റെ ധ്യാനം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.